വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളുടെ പള്ളികൾ കബറടക്കിക്കൊണ്ടാണ് യുപിയിലും മറ്റും ഹോളി ആഘോഷിക്കുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിറങ്ങളുടെയും ആഘോഷമായ ഹോളി, തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണെന്ന് കുട്ടിഘോഷിക്കുന്ന ഹോളി ഇന്ന് ആഘോഷിക്കുന്നത് തങ്ങളുടെ കൂടെ കഴിയുന്ന സഹോദരങ്ങളായ മുസ്ലിം ജനതയുടെ ആരാധനാലയങ്ങളെ ഇരുട്ടിലാക്കിയും അവരുടെ ആരാധന അതും പുണ്യമാസത്തിന് തടസ്സം ചെയ്തുകൊണ്ടുമാണ്. ഈ ഹോളിയുടെ നിറങ്ങൾക്ക് എന്ത് ശോഭയാണ് ഉണ്ടാവുക? തിന്മ സംഹാരതാണ്ഡവമാടുമ്പോൾ അവിടങ്ങളിൽ എങ്ങനെയാണ് നന്മ കളിയാടുക? യുപിയിൽ 70ഓളം മുസ്ലിം പള്ളികൾ പുതച്ചുകിടത്തി യോഗിയുടെ ഭരണകൂടം എന്നാണ് പുതിയ വാർത്ത. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സമ്പൽ ജില്ലയിലെ കൊട്ട്വാലി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽ ചൗധരി ഹോളി ദിവസമായ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ ജുമാ നമസ്കാരം നിർവഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് വിളംബരം ചെയ്തത്. അതിന് പോലീസ് മുഴുവൻ പറഞ്ഞത് ഹോളി വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഉണ്ടാവുകയെന്നും മുസ്ലിങ്ങൾക്ക് ജുമാ വർഷത്തിൽ 52 തവണ ഉണ്ടാവുന്നുണ്ടെന്നുമാണ്. അതുകൊണ്ട് ഒരു ദിവസത്തെ ജുമാ നഷ്ടമായാലും അത് മുസ്ലിങ്ങൾക്ക് സാരമായ കാര്യമല്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് രാജ്യത്തെ 70ഓളം മുസ്ലിം പള്ളികൾ താർപ്പായ ഷീറ്റ് കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും മൂടി മറക്കപ്പെട്ടിരിക്കുന്നു. അതിന് പറയുന്ന ന്യായം പള്ളിക്ക് നാശനഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്നാണ്. ഇതെന്തൊരു വിചിത്രവാദം, എന്തൊരു ഭരണകൂടം! ഈ ഭരണകൂടത്തിന്റെയും ഈ പോലീസിന്റെയും കീഴിൽ യുപിയിലെ മുസ്ലിം ജനതയ്ക്ക് എങ്ങനെയാണ് നീതിയിൽ അധിഷ്ഠിതമായ നിയമപാലനം സാധ്യമാവുക? യുപിയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉണ്ടായിരിക്കുക? ഇങ്ങനെ താർപ്പായ ഷീറ്റ് കൊണ്ട് മൂടിയ പള്ളികളിൽ സംബാലിലെ ഷാഹി ജുമാ മസ്ജിദും ഉൾപ്പെടുന്നുണ്ട്. സംബാലിൽ മാത്രം 10ഓളം പള്ളികൾ ആകാശം കാണാതെ പൊതിഞ്ഞു കെട്ടണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഉത്തർപ്രദേശിലെ പള്ളികൾ പൊതിഞ്ഞുകെട്ടി സംഘപരിവാരങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചുവെച്ചാൽ മാത്രമേ ഹോളി സുഗമമായി ആഘോഷിക്കാനും രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ കഴിയൂ എന്നാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതിനർത്ഥം പള്ളി അനാവരണം ചെയ്താൽ പള്ളികൾ പോയി ഹോളി ആഘോഷിക്കുന്നവരെ വിഴുങ്ങുമെന്ന് പേടിച്ചല്ല. പള്ളിയെ അതിന്റെ സ്വരൂപത്തിൽ കണ്ടാൽ ഒരു വിഭാഗം ജനതയ്ക്ക് അവരുടെ ഭ്രാന്തം മൂർധന്യാവസ്ഥയിലെത്തുമെന്നും അവർ പള്ളികൾ നശിപ്പിക്കുമെന്നുള്ളതിനാലാണത്രേ ഈ പൊതിഞ്ഞുകെട്ടൽ. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഓരോ ആഘോഷങ്ങൾക്കും പള്ളികൾ മൂടിക്കെട്ടുകയും ആരാധനകൾ നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വരില്ലേ? മാത്രമല്ല ഇത്രയും കാലം ഇതേ ജനങ്ങളും ഇതേ ആരാധനാലയങ്ങളും ഇതേ ആഘോഷങ്ങളും ഒക്കെ തന്നെയല്ലേ അവിടെ നടന്നിരുന്നത്. ഇതൊന്നുമല്ല, തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മറ്റു മതസ്ഥരെ കൊണ്ടുവരിക, അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കാൽച്ചുവട്ടിൽ ജീവിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള ഘട്ടം ഘട്ടമായുള്ള പദ്ധതികളാണ്. അല്ലെങ്കിൽ അവരെ നാട്ടിൽ നിന്ന് തുരത്താനുള്ള പദ്ധതികളാണ്. അതേ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും മറ്റും പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവകാശവാദങ്ങളും. ഇതേ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു സംബലിലെ ഷാഹി ജുമാ മസ്ജിദ് പൊളിക്കാൻ ശ്രമിച്ചതും അവിടെ 5ഓളം വരുന്ന മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടതും 20ലധികം പോലീസുകാർക്ക് പരിക്കുപറ്റിയതും. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മതനിരപേക്ഷത അന്യം നിന്നു പോകുന്നു അല്ലെങ്കിൽ അവസാനിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇതൊക്കെ. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള വലതുപക്ഷ വിഭാഗത്തിന്റെ തീവ്രമായ അജണ്ടയ്ക്ക് കൂട്ടുപിടിക്കുകയാണ് ഭരണകൂടങ്ങൾ. അതിനുവേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഭരണകൂടങ്ങളും പോലീസും. അല്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഒരു വിഭാഗത്തിന്റെ പള്ളികൾ മൂടിക്കെട്ടുന്നതും നമസ്കാരം തടസ്സപ്പെടുത്തുന്നതും? ആരുടെയെങ്കിലും ദേവാലയങ്ങൾ ആക്രമിക്കുകയോ അവരുടെ ആരാധനാലയങ്ങളെ ആക്രമിക്കുകയോ വിശ്വാസങ്ങൾക്ക് ചോദ്യം ചെയ്യുകയോ ചെയ്താൽ മുഖം നോക്കാതെ നിയമം നടപ്പിലാക്കേണ്ടവരാണ് ഭരണകൂടങ്ങൾ. അങ്ങനെ മതാധിഷ്ഠിതമല്ലാതെ നീതിയിൽ അധിഷ്ഠമായി നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ ഈ രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും നീതി ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയൂ, എല്ലാ ജനങ്ങളും സ്വതന്ത്രരാണെന്ന് പറയാൻ കഴിയൂ. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മുലകുടി മാറാത്ത പിഞ്ചുകുഞ്ഞിനെ പോലും ഭയപ്പെടുത്തി ജയ് ശ്രീരാം വിളിക്കുന്ന നാടായി മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യ. പരസ്പര വൈരങ്ങളില്ലാതെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് വർഗീയ വിത്തുകൾ വാരിയെറിഞ്ഞ് അതിൽ നിന്നും വിളവെടുക്കാൻ ശ്രമിക്കുന്ന വലിയൊരു രാഷ്ട്രീയ സംരംഭത്തിന് പിന്നിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അവർക്കിടയിൽ അവരല്ലാത്ത മറ്റുള്ളവരെല്ലാം ശത്രുക്കളാണ്, വിജാതീയരാണ്. എന്തായാലും മതേതര ഇന്ത്യയുടെ കാൽപ്പാടുകൾ നീങ്ങുന്നത് സർവോന്മുഖമായ നാശത്തിന്റെ ചളിക്കുഴിയിലേക്കാണ്. ഈ രാജ്യം ഇങ്ങനെയായത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ്. അതിൽ നിന്നും ഒരു കൂട്ടരെ എടുത്തു മാറ്റുമ്പോൾ നാളെ അത് വേറൊരു കൂട്ടരിലേക്ക് നീങ്ങും. ഒടുവിൽ അത്
കൂട്ടത്തിലുള്ളവരിൽ താഴ്ന്നവരിലേക്കും ശക്തി കുറഞ്ഞവരിലേക്കും നീങ്ങും. അത് രാജ്യത്തെ കൂടുതൽ ദുർബലമാക്കുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ഒരു കലാപക്കൊടിയും ആകാശത്തോളം ഉയരുകയോ പിന്നീട് അവ ആത്മനിന്ദയില്ലാതെ പാടിപ്പറക്കുകയോ ചെയ്തിട്ടില്ല.